ആക്രമണവും ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലാണ്. പേര് കിട്ടണം, പണം കിട്ടണം, പബ്ലിസിറ്റി. ഇന്ന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയിൽ ജീവിക്കുന്നവരാണ്. ഇത് സൂക്ഷിക്കേണ്ടുന്നത് നമ്മൾ തന്നെയാണ്. ഇല്ല, അന്നും ഇന്നും സിനിമയിൽ കുറവാണ്. മറ്റ് മേഖലകളിൽ അപേക്ഷിച്ച് സിനിമയിൽ കാരണം ഒരു ആർട്ടിസ്റ്റിനെയോ ഒരു നടിയെയോ ഒരു നടനെയോ നോക്കാൻ അവരുടെ നേർക്ക് 1000 കണ്ണുകളുണ്ട്. അത് വെട്ടിച്ച് വേണം ഒരു തെറ്റ് ചെയ്യാനോ ഒരു തെറ്റിലേക്ക് പോകാനോ. പിന്നെ ആക്രമണവും ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മുടെ കയ്യിലാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ അതിൽ നിന്ന് ഒഴിവാകാം. പിന്നെ അയ്യോ ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? എനിക്കിവിടെ നിൽക്കണം, എനിക്കിതേ ഉള്ളു വഴി എന്ന് നീ ചിന്തിക്കുന്നതുകൊണ്ട്. 1008 വഴികളുണ്ട്, നല്ല വഴികൾ. അപ്പം പേര് കിട്ടണം, പണം കിട്ടണം, പബ്ലിസിറ്റി. ഇന്ന് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റിയിൽ ജീവിക്കുന്നവരാണ്. കുഞ്ഞുങ്ങളായാലും വലിയവരാണെങ്കിലും ആണായാലും പെണ്ണായാലും പബ്ലിസിറ്റിയാണ് ഇന്ന് അവരുടെ ഏറ്റവും മെയിൻ മാനദണ്ഡം. അതിൽ അയ്യോ എന്നെ അങ്ങനെ ചെയ്യാൻ വന്നേ ഇങ്ങനെ ചെയ്യാൻ വന്നേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ സൂക്ഷിക്കാൻ നമുക്കറിഞ്ഞിരിക്കണം. ഒന്ന്. പിന്നെ തെറ്റായി ഒരുപാട് 1000 പ്രശ്നങ്ങൾ അല്ലാതെ നടക്കുമ്പോൾ 1 2 ഇതിൽ നടന്നേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. എല്ലാവരും സത്യവാൻ സാവിത്രികളല്ല, തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇതിനെ മെയിൻ ആക്കി, അല്ലെങ്കിൽ മീഡിയ മുഖാന്തരമോ പത്രങ്ങൾ മുഖാന്തരമോ ചാനലുകൾ മുഖാന്തരം ഇത് മെയിനായിട്ട് വരുന്ന ഒരു നടി അല്ലെങ്കിൽ സിനിമ നടി. ചിലപ്പോൾ അവർ സിനിമയിൽ തല കാണിച്ചിട്ടേ കാണത്തുള്ളൂ, മെയിൻ താരങ്ങളായിരിക്കില്ല. പക്ഷെ പേര് വരുമ്പോൾ മെയിൻ താരങ്ങളുടെ പേരേ വരും. പിന്നെ ഇത് സൂക്ഷിക്കേണ്ടുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ കയ്യിലാണ്. സുരക്ഷ പുറത്തുനിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല.